കേരളത്തിലെ ജയിലുകളിൽ നിരാഹാര സത്യാഗ്രഹം വരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ രാജാവിൻ്റെ കാലത്ത് ജയിൽ ഭക്ഷണ മെനുവിൽ ഉണക്കമീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഉണക്കമീൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ സമയത്ത് മഴക്കാലത്തൊന്നും ഉണക്കമീൻ കിട്ടില്ല. അപ്പോൾ വലിയൊരു പ്രശ്നമായപ്പോഴാണ് രാജാവിൻ്റെ കാലത്ത് 50കളിൽ അതായത് കേരളം സ്വതന്ത്രമായി അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാവുന്നതിന് മുമ്പ് തന്നെ മട്ടൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ജയിൽ അന്തേവാസികൾക്ക് മട്ടൻ കൊടുക്കാൻ. ഇപ്പോൾ അതുപോലെ ജയിൽ എന്നാരും പറയാറില്ല, കറക്ഷണൽ സ്പേസ് എന്നാണ് പറയുന്നത്, പ്ലേസ് എന്നാണ്. അതായത് തെറ്റ് ചെയ്തവരെ തിരുത്തി കൊണ്ടുവന്ന് പൊതുജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള കറക്ഷണൽ ഫോഴ്സാണ് അവിടെ നടക്കുന്നത്. ഓഫീസർമാരുടെ പേരും കറക്ഷണൽ ഓഫീസർ എന്നുള്ള കൺസെപ്റ്റിലാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജയിലിന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കറി, ജയിലിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. ജയിലിൻ്റെ വാഹനം പോയി തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും, അതുപോലെ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ അവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, പൂജപ്പുരയിൽ പ്രധാന ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ ജയിലിലെ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ടവർ തയ്യാറാക്കുന്ന ഭക്ഷണം പാക്കറ്റുകളിലാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വിലക്കുറവാണ്, സാധാരണ വിലക്കുറവ്, മറ്റുള്ള സ്ഥലത്തേക്കാൾ വില കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഒരു കാഴ്ചപ്പാടാണ്. അപ്പോഴാണ് മട്ടനാണ് അവർക്ക് സ്ഥിരമായി കൊടുക്കുന്ന ഒരു ഫുഡ്. മട്ടൻ നിർത്താനൊരു ശ്രമമാണ് ഗവൺമെൻറ് ആലോചിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധമാണ് ജയിൽ അന്തേവാസികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർക്ക് സമരമൊന്നും നടത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷേ നിരാഹാരം കിടക്കാനുള്ള സാധ്യത വരുന്നു, കടുത്ത പ്രതിഷേധം വരുന്നു. മട്ടൻ ഒഴിവാക്കി ചിക്കൻ കൊടുക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ട് പക്ഷേ അതിന് ഫൈനൽ തീരുമാനമായിട്ടില്ല. തമിഴ്നാട്ടിൽ മട്ടനും കൊടുക്കണ്ട, ചിക്കനും കൊടുക്കണ്ട, ഫിഷും കൊടുക്കണ്ട, സാധാ കഞ്ഞിയും വെള്ളവും കൊടുത്താൽ മതി. പണ്ട് നമ്മൾ പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞുനാളിൽ പറഞ്ഞ തെറ്റ് ചെയ്ത ഗോതമ്പുണ്ട തിന്നാം, ഉപ്പില്ലാത്ത ഗോതമ്പുണ്ടയും കട്ടൻ കാപ്പിയും, മധുരമില്ലാത്ത കട്ടൻ കാപ്പിയും അല്ലെങ്കിൽ തേയിലയാണ് ജയിലിലെ ഫുഡ്. പിന്നെ കഞ്ഞി, ചോറൊക്കെ അപൂർവമാണ്. പക്ഷെ ഇപ്പോൾ അത് പോയിട്ട് ചോറുണ്ട്, കഞ്ഞിയുണ്ട്, ബിരിയാണിയുണ്ട്. അവർക്ക് ലാവിഷാണ്. ജയിലിൽ പോയാൽ നല്ല സുഖമായിട്ട് ഭക്ഷണത്തിനൊന്നും ഒരു കുറവില്ല. മുട്ട കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം കൊടുക്കാൻ പറ്റും അതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലകളിലെ പോലെയുള്ള ജയിലല്ല ഇന്നിപ്പോൾ. അതുകൊണ്ട് എല്ലാം കൊടുക്കുന്നു. പക്ഷേ അത് കൊടുക്കുന്നത് ഇപ്പോൾ 100 ഗ്രാം വരെ മട്ടൻ കൊടുക്കുന്നുണ്ട്. അത് 50 ഗ്രാമിൽ തുടങ്ങി, ഇങ്ങനെ 20 ഗ്രാമിൽ തുടങ്ങി, ഒരു പീസിൽ തുടങ്ങി, പിന്നെ പല പീസുകളായി ഇപ്പോൾ 100 ഗ്രാം വരെ കൊടുക്കുന്നുണ്ട് മട്ടൻ. അപ്പോൾ അത്യാവശ്യം മട്ടന് നല്ല വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് ആടുകളെ വളർത്തിയാലും നന്നായിരുന്നു. അതിന് നടക്കുമ്പോൾ നമുക്കറിയത്തില്ല. തുറന്ന ജയിലിലൊക്കെ ഉണ്ടല്ലോ, നെട്ടുകൽ തേരിയിൽ, പിന്നെ തുറന്ന ജയിലിൽ ഉള്ള സ്ഥലത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, ആടിൻ്റെ ഗോഡ് ഫാമൊക്കെ വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് വെളിയിൽ നിന്ന് വാങ്ങണ്ട. എന്തായാലും മട്ടൻ ഔട്ട്. ചിക്കൻ അകത്താകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കറികളിൽ മെനുവിൽ വ്യത്യാസം വരുത്തുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഒരു കലാപശ്രമത്തിലേക്കുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ അവർ കലാപമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ആഹ്വാനം ചെയ്താലൊന്നും നടക്കത്തില്ല, അങ്ങനെയില്ല. പക്ഷേ എങ്കിലും പ്രതിഷേധമുണ്ട് അവർക്ക്. അതവർ ഒരു പക്ഷേ ഈ വാർത്തകളും പത്രത്തിലൊക്കെ ഇങ്ങനെ വരുന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നിരാഹാരം കിടക്കാമെന്ന് പറഞ്ഞ് സംഘടിതമായി പാറ്റ ഗ്രൂപ്പൊക്കെ വന്നതുപോലെ സംഘടിതമായി നിരാഹാരം വരുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും ഒരു പ്രതിഷേധം ശക്തമായി മട്ടനെതിരെ ഉണ്ട്. മട്ടൻ വേണ്ട എന്നുള്ള നിലവിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. അത് ചിക്കൻ ആക്കുമോ ആവില്ലേ എന്നുള്ളത് അടുത്ത് കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും.